അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഫെഡറൽ സിസ്റ്റത്തെ വെച്ചുകൊണ്ട് കൺകറന്റ് സംവിധാനത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തെ അതിൻ്റെ ആശയപരമായോ അതിൻ്റെ കണ്ടന്റ് പരമായോ അതിൻ്റെ സ്വതന്ത്രമായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടെങ്കിൽ ആ ഫണ്ട് വാങ്ങുന്നത് വലിയ അപകടം ഉണ്ടാവില്ല. കാരണം പ്രധാനമന്ത്രിയുടെ ഒരു പടം സ്കൂളിൻ്റെ മുമ്പിൽ തൂക്കുക എന്ന് പറയുന്നതൊന്നും അത്ര വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഞാനതിനെ ന്യായീകരിക്കുകയല്ല, മറിച്ച് പെട്രോൾ പമ്പിന് മുമ്പിലടക്കം ഉണ്ട് അത്തരം പടങ്ങൾ. പക്ഷേ അല്ലെങ്കിൽ മറ്റൊരുപാട് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൻ്റെ ആളുകൾ എന്ന രീതിയിൽ അതൊക്കെ ചിലപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ചെയ്യേണ്ടി വരും, അക്നോളജ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ഒരു സിലബസിലേക്കോ നമ്മുടെ പഠന സംവിധാനത്തിലേക്കോ കൈകടത്തുമ്പോൾ അത് അപകടകരമായി തീരും. ആ അപകടത്തെ റെസിസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ശിവൻകുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് എന്നുള്ളത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. ഇപ്പോൾ NCERT കൂട്ടിച്ചേർത്ത ചരിത്ര ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞു. നേരത്തെ അവർ വെട്ടിക്കളഞ്ഞതിനെ ഇവിടെ പുതിയ പാഠപുസ്തകം വെച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ എന്ത് തരത്തിലും ഞങ്ങൾ ആശയപരമായി ഞങ്ങളതിനോട് കീഴടങ്ങില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അത് നടത്തിയത്. പക്ഷെ അത്രത്തോളം ശക്തമായി നിലനിൽക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ പവർ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഈ സർക്കാർ കാണിക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. നമുക്ക് കണ്ടറിയണം കോശി എന്ന് പറഞ്ഞതുപോലെയാണ് അതിൻ്റെ കാര്യം. ഓക്കെ.